സ്വന്തം ശക്തി തിരിച്ചറിഞ്ഞിട്ടുള്ളവരാണ് സി പി എമ്മുകാർ. എന്നാൽ സ്വന്തം ശക്തിയിൽ വിശ്വാസമില്ലാത്ത ആൾക്കൂട്ടമാണ് കോൺഗ്രസ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. കോൺഗ്രസിനകത്ത് ശക്തമായി പ്രവർത്തിക്കുകയും കോൺഗ്രസിന് വേണ്ടിയിട്ട് ഇലക്ഷൻ മാനേജ്മെൻറ്റായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരുപാട് നേതാക്കന്മാർ ഈ കോൺഗ്രസിനകത്ത് നിൽക്കുന്നുണ്ട്. ഈ സുനിൽ കനകലുവിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാനീ പറഞ്ഞ ഒന്നോ രണ്ടോ വ്യക്തികൾ കൂട്ടം കൂടി ഇരുന്ന് കഴിഞ്ഞാൽ സാധ്യമാക്കാത്തതായിട്ട് ഒന്നുമില്ല കോൺഗ്രസിനകത്ത്. കോൺഗ്രസിനകത്ത് സ്ഥാനാർത്ഥികൾ ഉണ്ടായിട്ടും കോൺഗ്രസിന് ഈ പുറത്തു നിന്നുള്ള സ്ഥാനാർത്ഥികളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. അതായത് ഈ വിസ്മയങ്ങൾ തീർക്കാൻ പോകല്ലെന്നേ. കോൺഗ്രസിനകത്തു നിന്നുള്ള കോൺഗ്രസിന്റെ ശക്തി കോൺഗ്രസ് തിരിച്ചറിയണ്ടേ? അത് കോൺഗ്രസ് തിരിച്ചറിയാതിരിക്കുന്നിടത്താണ് കോൺഗ്രസിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. ഈ പറഞ്ഞ നേതാക്കന്മാരുടെ എക്സ്പീരിയൻസിനെയും അവരുടെ നോളജിനെയും ഒന്നും കവച്ചു വെക്കാനുള്ള ഒരു മാന്ത്രികതയും സുനിൽ കനകലുവിനൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. കോൺഗ്രസിൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ പോകാതെ ഇങ്ങനെ ഓരോ വിസ്മയങ്ങൾ തീർത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പൊതുജനങ്ങളുടെ മുമ്പിൽ അപഹാസ്യരായിട്ട് മാറത്തില്ലേ? നമസ്കാരം. നമ്മളൊരു തെരഞ്ഞെടുപ്പിന് തൊട്ടടുത്ത് നിൽക്കുകയാണ്. കേരളത്തിലെ രണ്ട് പ്രധാന മുന്നണികളാണ് LDFും UDFും. ചുരുക്കി പറഞ്ഞ CPMും കോൺഗ്രസും. ഇവർ രണ്ടുപേരെ പ്രവർത്തന രീതികളും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. CPM ഒരു കേഡർ പാർട്ടിയാണ്. അവരുടെ ഏറ്റവും ബേസ് ലെവലിലുള്ള പ്രവർത്തകന് പോലും അവരുടേതായ സ്ഥാനം ഉണ്ടാവും. എന്നാൽ കോൺഗ്രസിൻ്റെ കാര്യം നേരെ തിരിച്ചാണ്. അവരൊരു കൂട്ടമാണ്. അവരെ സംബന്ധിച്ച് വരുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ സ്ഥാനം കൊടുക്കണം. ഇപ്പോൾ കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ CPMും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ശക്തി തിരിച്ചറിഞ്ഞിട്ടുള്ളവരാണ് CPMുകാർ. എന്നാൽ സ്വന്തം ശക്തിയിൽ വിശ്വാസമില്ലാത്ത ആൾക്കൂട്ടമാണ് കോൺഗ്രസ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. കുറച്ചുകൂടി വിശദീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഒരു സംഘടനാ സംവിധാനം എടുത്തു വെച്ച് നോക്കുക, CPMൻ്റെ ഒരു സംഘടനാ സംവിധാനം എടുത്തു വെച്ച് നോക്കുക. CPMൻ്റെ സംഘടനാ സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആണ്. വെറുതെ സ്ട്രോങ് എന്ന് പറഞ്ഞാൽ പോരാ, ഡബിൾ സ്ട്രോങ് ആയിട്ടാണ് CPMൻ്റെ സംഘടനാ സംവിധാനം നിൽക്കുന്നത്. പിന്നെ അവർക്കൊരു കേഡർ സ്വഭാവം കൂടിയുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു ദിവസം CPMൽ ചേരാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണെന്ന് ഇരിക്കുക. ഒരിക്കലും CPMൻ്റെ ജില്ലാ കമ്മിറ്റിയിലോ സംസ്ഥാന കമ്മിറ്റിയിലേക്കോ ഒന്നും നേരിട്ട് CPM റിക്രൂട്ട് ചെയ്യത്തില്ല. അത് ഏറ്റവും കുറഞ്ഞത് ലോക്കൽ കമ്മിറ്റിയിലെങ്കിലും തുടങ്ങേണ്ടി വരും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സ്കൂളിൽ പോകുന്നൊരു സ്ട്രക്ചർ, സ്കൂളിൽ പോകുന്ന സ്ട്രക്ചർ തന്നെയാണ് അത്. മറിച്ച് കോൺഗ്രസിനാണെങ്കിൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഏരിയ സെക്രട്ടറി രാജിവെച്ച് കഴിഞ്ഞാലും അവനെ പിടിച്ച് KPCCയുടെ സെക്രട്ടറി ആക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പിന്നെ കോൺഗ്രസിൽ നിന്ന് CPMലേക്ക് പോയിട്ടുള്ള പല ആളുകളെയും ബോർഡുകളുടെയും കോർപ്പറേഷനുകളുടെയും ഒക്കെ ചെയർമാൻമാരാക്കി വെക്കാറുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. മറിച്ച് അതിനകത്ത് പാർട്ടിക്കകത്തൊരു സ്ഥാനം, ഈ കോൺഗ്രസിൽ നിന്ന് ഇപ്പോൾ അങ്ങോട്ട് പോയിട്ടുള്ള ആളുകൾ തന്നെയാണെങ്കിലും അവർക്ക് അവിടെ ചെന്നിട്ട് ഒരു സംഘടനയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ലോക്കൽ കമ്മിറ്റിയിലോ ഏരിയ കമ്മിറ്റിയിലോ ഒക്കെ പോയി ഇരുന്ന് പ്രവർത്തിക്കേണ്ടി വരും. അത് വലിയൊരു വ്യത്യാസമാണത്. കോൺഗ്രസിന് ഇല്ലാത്തൊരു സംഘടനാ സംവിധാനമാണ്. ഇപ്പോൾ സുധാകരൻ ഇന്ന് രാജിവെച്ചിട്ട് പാർട്ടി വിട്ടുപോയി എന്ന് പറയാം. ഒരിക്കലും CPM പുള്ളിയെ പുറത്താക്കിയിട്ടുള്ളതല്ല. പുള്ളി സ്വയം അമ്പലപ്പുഴയിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയി. ഈ സുധാകരനെ വേണമെങ്കിൽ നാളെ കോൺഗ്രസ്സുകാരെ KPCCയുടെ പ്രസിഡന്റ് ആക്കിയെന്ന് വരും. അപ്പോൾ അങ്ങനെ പ്രസിഡന്റ് ആക്കുന്ന സമയത്ത് ഒരു പ്രശ്നം അവിടെ വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കോൺഗ്രസിനകത്തുള്ള വലിയൊരു നേതൃത്വ നിരയുണ്ട്. സുധാകരൻ എന്ന് പറയുന്നത് CPMനകത്തെ അഴിമതിരഹിതനായിട്ടുള്ള അധികാരമോഹിയായിട്ടുള്ള, അത് ഇനി നമുക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്യ, അഴിമതിരഹിതനാണ് പക്ഷേ അധികാരമോഹിയാണ്. മറ്റു ചില കാര്യങ്ങൾ കൂടി നമുക്ക് ഈ വരുന്ന ദിവസങ്ങളിൽ പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് കൂടാതെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, കോൺഗ്രസിൻ്റെ ശക്തി എന്ന് പറയുന്നത് നിസ്സാര ശക്തിയാണോ? ഇപ്പോൾ കോൺഗ്രസിന് ഈ സുധാകരൻ്റെ ആവശ്യമുണ്ടോ? ഏതെങ്കിലും ചെറുപ്പക്കാരാണ് വരുന്നതെങ്കിൽ, ഇപ്പോൾ M സ്വരാജിനെ പോലെ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. പക്ഷേ അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും ചെറുപ്പക്കാരാണ് കോൺഗ്രസിലേക്ക് വരുന്നതെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. മറിച്ച് റിട്ടയർഡായിട്ട് ആയുസിൻ്റെ അവസാന നാളുകൾ എണ്ണിക്കഴിയുന്ന, ആയുസ് ദൈവം തീരുമാനിക്കുന്നതാണ്. ഇപ്പം ഞാനാണോ മറ്റൊരാളാണോ എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ടൊന്നും സാധിക്കത്തില്ല. രാഷ്ട്രീയ റിട്ടയർമെൻറ്റ്, പൊളിറ്റിക്കൽ റിട്ടയർമെൻ്റ് ആയിട്ടുള്ള ഒരാളെ ഈ കോൺഗ്രസിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കോൺഗ്രസിനകത്ത് ശക്തമായി പ്രവർത്തിക്കുകയും കോൺഗ്രസിന് വേണ്ടിയിട്ട് ഇലക്ഷൻ മാനേജ്മെൻറ്റായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരുപാട് നേതാക്കന്മാർ ഈ കോൺഗ്രസിനകത്ത് നിൽക്കുന്നുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും മത്സരിച്ച് നിയമസഭയ്ക്കകത്തേക്ക് വിജയിച്ച് കയറാൻ വേണ്ടിയിട്ട്. നമുക്കിപ്പോൾ കൊച്ചിയിൽ നിന്ന് തന്നെ നമ്മൾ അങ്ങനെ ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരിക്കും ശ്രീ അജയ് തറയിൽ എന്ന് പറയുന്നത്. KSU രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന് മഹാരാജാസിൻ്റെ ഫ്രണ്ടിലൊക്കെ കിടന്ന് തല്ലുകൊണ്ട് ഇത്ര സമരങ്ങൾ പോരാട്ടങ്ങളുടെ ഭാഗമായിട്ട് മാറിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അജയ് തറയിൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അത്രയും അറിവുള്ള, അദ്ദേഹത്തിൻ്റെ അത്രയും ഒരു പൊളിറ്റിക്കൽ മാനേജ്മെൻറ്റ് സിസ്റ്റം കൺട്രോൾ ചെയ്യാൻ ശേഷിയുള്ള അദ്ദേഹത്തിൻ്റെ ഒക്കെ കഴിവുകളെ കോൺഗ്രസ് ഇതുവരെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടോ? ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടോ? N വേണുഗോപാൽ ഒരു കാലഘട്ടത്തിൽ ലീഡർ ശ്രീ K കരുണാകരൻ്റെ നിഴലായി കൊച്ചിയിൽ നിന്നിരുന്ന ആളാണ്. DIC പിറക്കുന്ന സമയത്ത് DIC എന്ന ഒരു പാർട്ടി ഉണ്ടാക്കുന്ന സമയത്ത് K കരുണാകരൻ്റെ നിഴലായി നിന്നിരുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു ഓർഗനൈസിങ് സ്കില്ലൊക്കെ
എന്താ കോൺഗ്രസ്സുകാർക്ക് അറിയാൻ പാടില്ലാത്തതാണോ? ഈ സുനിൽ കനകലുവിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാനീ പറഞ്ഞ 1-2 വ്യക്തികൾ, ഇനി പറയാൻ പോകുന്ന ചില വ്യക്തികൾ കൂട്ടം കൂടിയിരുന്ന് കഴിഞ്ഞാൽ സാധ്യമാക്കാത്തതായിട്ട് ഒന്നുമില്ല കോൺഗ്രസിനകത്ത്. അടുത്തൊരു പേര് കൂടെ ഞാൻ പറഞ്ഞുതരാം. ശ്രീ ജോസഫ് വാഴയ്ക്കൻ നിസ്സാരക്കാരനാണോ? അദ്ദേഹം ഒരു പ്രാവശ്യമേ മൂവാറ്റുപുഴയിൽ നിന്ന് MLA ആയിട്ടുള്ളൂ. പക്ഷേ മൂവാറ്റുപുഴയുടെ ചരിത്രത്തിൽ കാണാത്ത രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ മൂവാറ്റുപുഴയിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ള ഒരു നേതാവാണ് ഈ ജോസഫ് വാഴയ്ക്കൻ എന്ന് പറയുന്നത്. ആ ജോസഫ് വാഴയ്ക്കൻ്റെ കഴിവുകളെ വേണ്ട രീതിയിൽ കോൺഗ്രസ് പാർട്ടി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്തിനേറെ പറയുന്നു, MM ഹസൻ, അദ്ദേഹത്തിന് MLA യും മന്ത്രിയും ഒക്കെ ആകാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷേ G സുധാകരനെയും MM ഹസനെയും ഒരു ക്ലാസ്സിൽ വെച്ച് അളന്നു കഴിഞ്ഞാൽ MM ഹസൻ ഇന്നുവരെ പാർട്ടി വിട്ടു പോയിട്ടില്ല. ആ പ്രവർത്തിച്ച പാർട്ടിക്കകത്ത് തന്നെയാണ് നിന്നിട്ടുള്ളത്. പിന്നെ AK ആൻ്റണി പോയ സമയത്ത് മാത്രമാണ് ഒരു അല്പകാലം കോൺഗ്രസ് വിട്ടു നിന്നിട്ടുള്ളത്. അത് ഇന്ദിരാഗാന്ധിയോടുള്ള എതിർപ്പ് മൂലമാണ് AK ആൻ്റണിയുടെ കൂട്ടത്തിൽ MM ഹസൻ കുറച്ച് നാൾ മാറി നിന്നത്. എന്ന് കരുതിയിട്ട് എതിർ രാഷ്ട്രീയത്തിൻ്റെ ഭാഗത്തിലേക്കല്ല പോയിട്ടുള്ളത്. അപ്പോൾ G സുധാകരൻ എന്ന് പറയുന്ന വ്യക്തി സ്വന്തം പാർട്ടിയെ ചതിച്ചിട്ടാണ് ഇപ്പുറത്തേക്ക് വരുന്നത്. വർഗവഞ്ചകനായിട്ടാണ് കോൺഗ്രസിലേക്ക് വരുന്നത്. അടുത്ത ആളെടുത്ത് കഴിഞ്ഞാൽ A ഷുക്കൂർ എന്ന് പറയുന്നതാണ്. നിസ്സാരക്കാരനാണോ? DCC പ്രസിഡന്റ് ആയിരുന്നല്ലോ ആലപ്പുഴയിലെ. അതുകൂടാതെ തന്നെ നല്ലൊരു ഇലക്ഷൻ മാനേജറാണല്ലോ അദ്ദേഹം KC വേണുഗോപാലിൻ്റെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ എത്ര ഊർജ്ജസ്വലമായിട്ട് ഓടി നടന്നിട്ടാണ് പ്രവർത്തനങ്ങളെയൊക്കെ ഏകോപിപ്പിച്ചത്. KPCC വൈസ് പ്രസിഡന്റ് അല്ലേ? അദ്ദേഹത്തെ പരിഗണിക്കേണ്ടതല്ലേ? ഈ പറഞ്ഞ G സുധാകരനെയൊക്കെ വലിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ഇദ്ദേഹത്തെ പോലുള്ള ആളുകളെല്ലാം അമ്പലപ്പുഴയിൽ കൺസിഡർ ചെയ്യേണ്ടത്. സുധാകരൻ വരുമ്പോൾ സ്ഥാനം പോകുന്ന സീറ്റ് പോകുന്നത് A ഷുക്കൂറിന് വേറെ സീറ്റ് കിട്ടും. മിക്കവാറും അരൂർ സീറ്റിലേക്ക് A ഷുക്കൂർ വരാനായിട്ടുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. എനിക്ക് തോന്നുന്നു ഏറ്റവും അവസാനത്തെ ഒരു നീക്കുപോക്ക് എന്ന് പറയുന്നത് അതാണ്. അമ്പലപ്പുഴയിൽ G സുധാകരനെ തന്നെ മത്സരിപ്പിച്ച്, പക്ഷെ G സുധാകരൻ അല്ലാതെ വേറെ ആരായിരുന്നെങ്കിലും ഇപ്രാവശ്യം അവിടെ ഒരു കനത്ത മത്സരം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമായിരുന്നു. അവിടെയാണ് കോൺഗ്രസിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. കോൺഗ്രസിനകത്ത് സ്ഥാനാർത്ഥികൾ ഉണ്ടായിട്ടും കോൺഗ്രസിന് പുറത്തു നിന്നുള്ള സ്ഥാനാർത്ഥികളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. അതായത് ഈ വിസ്മയങ്ങൾ തീർക്കാൻ പോകല്ലെന്നേ. കോൺഗ്രസ് വിസ്മയം തീർക്കേണ്ടത് മറ്റു പാർട്ടികളിലെ ഈ പാഴായിട്ടുള്ള ആളുകളെ വിളിച്ചുകൊണ്ട് വന്നിട്ടല്ല വിസ്മയം തീർക്കേണ്ടത്. കോൺഗ്രസിനകത്തുള്ള പ്രവർത്തകരെ കണ്ടെത്തി. അതായത് പല ഈ മോട്ടിവേഷണൽ സ്പീക്കേഴ്സൊക്കെ പറയുന്നത് നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. നിങ്ങളുടെ മനസ്സ് വിചാരിച്ചാൽ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല എന്ന് പറയുന്നില്ല. എന്ന് പറഞ്ഞ പോലെ കോൺഗ്രസിനകത്തുനിന്നുള്ള കോൺഗ്രസിന്റെ ശക്തി കോൺഗ്രസ് തിരിച്ചറിയണ്ടേ? അത് കോൺഗ്രസ് തിരിച്ചറിയാതിരിക്കുന്നിടത്താണ് കോൺഗ്രസിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ N പീതാംബരക്കുറുപ്പ് നല്ല ഒന്നാന്തരം വാഗ്മിയല്ലായിരുന്നോ? ലീഡർ ശ്രീ K കരുണാകരന്റെ നിഴലായിട്ട് നടന്നിരുന്ന വ്യക്തിയല്ലേ ശ്രീ N പീതാംബരക്കുറുപ്പ് എന്ന് പറയുന്നത്. ഈ N പീതാംബരക്കുറുപ്പിനെയൊക്കെ ഈ G സുധാകരന്റെ ക്ലാസ്സിൽ വെച്ച് നടന്നു നോക്കിക്കേ. ഭാരം കൂടുതൽ അപ്പോഴും N പീതാംബരക്കുറുപ്പിന്റെ ക്ലാസ്സിനായിരിക്കില്ലേ? പിന്നെ വേറൊരു നേതാവുണ്ട് KC ജോസഫ്. അദ്ദേഹം വർഷങ്ങളെ ഇരിക്കൂറിന്റെ MLA ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം മന്ത്രിയായിട്ടുണ്ട് അദ്ദേഹമൊക്കെ എത്ര നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഇലക്ഷൻ മാനേജറാണ്. എന്താണ് അദ്ദേഹത്തെ പരിഗണിക്കാത്തത്? അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഈ പറയുന്ന രീതിയിലല്ലോ. ഏത് തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ സജീവമായിട്ടുണ്ടായിരുന്നല്ലോ. എന്താണ് അദ്ദേഹത്തിൻ്റെ കഴിവുകളെ പാർട്ടി ഉപയോഗപ്പെടുത്താത്തത് വേണ്ട രീതിയിൽ? ഈ പറഞ്ഞ KC ജോസഫിനെയും G സുധാകരനെയും കൂടെ ഒരു ക്ലാസ്സിൽ വെച്ച് അളന്നു കഴിഞ്ഞാൽ KC ജോസഫ് ഇരിക്കുന്ന തട്ട് തന്നെയായിരിക്കും താഴ്ന്നിരിക്കുക. അതിനകത്ത് സംശയമൊന്നും വേണ്ട. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് N ശക്തൻ, അദ്ദേഹത്തിന് സീറ്റ് കിട്ടാത്ത സാഹചര്യമില്ലേ? N ശക്തൻ എത്ര വർഷമായിട്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് പൊരുതിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. മന്ത്രിയൊക്കെ ആയിട്ടുണ്ട്, MLA ഒക്കെ ആയിട്ടുണ്ട്, സമ്മതിച്ചു. എങ്കിലും അദ്ദേഹത്തിന് മാന്യമായ സ്ഥാനം നൽകി അദ്ദേഹത്തെ പരിഗണിക്കാത്തത് എന്താണ് കോൺഗ്രസ്? കാരണം എന്താണെന്നുള്ളത് വിശദീകരിക്കണമെന്നേ. അപ്പോൾ ഈ G സുധാകരനും N ശക്തനെയും കൂടെ ഒരു ക്ലാസ്സിൽ വെച്ച് അളന്നു കഴിഞ്ഞാൽ, കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ UDF രാഷ്ട്രീയത്തിന് ഒരു തുലാസിൽ വെച്ച് അളന്നു കഴിഞ്ഞാൽ ആർക്കായിരിക്കും മേൽക്കൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് N ശക്തന് തന്നെ ആയിരിക്കും എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. അതുകൂടാതെ പിന്നെയുമുണ്ട് ഏറെ ആളുകൾ. ചെറിയാൻ ഫിലിപ്പൊക്കെ എത്രത്തോളം രാഷ്ട്രീയ ബോധമുള്ള ഒരു നേതാവാണ്. KSU കാലഘട്ടം മുതൽ AK ആന്റണിക്കൊപ്പം, ഉമ്മൻചാണ്ടിക്കൊപ്പം, വയലാർ രവിക്കൊപ്പം രാഷ്ട്രീയത്വം കെട്ടിപ്പടുത്തിയ ആളല്ലേ, KSUവിനെ കെട്ടിപ്പടുത്തിയ ആളല്ലേ ചെറിയാൻ ഫിലിപ്പ് എന്ന് പറയുന്നത്. ആ ചെറിയാൻ ഫിലിപ്പിൻ്റെയൊക്കെ അനുഭവ സമ്പത്തിനെ എന്താണ് കോൺഗ്രസ് പ്രയോജനപ്പെടുത്താത്തത്? അദ്ദേഹം ഇപ്പോൾ പറയുകയായിരിക്കും ഞങ്ങൾ KPCCയിൽ മാന്യമായ ഒരു അക്കോമഡേഷനൊക്കെ നൽകിയിട്ടുണ്ട്, രാഷ്ട്രീയകാര്യ സമിതിയിലൊക്കെ അദ്ദേഹമുണ്ട് എന്ന് പറയുന്നുണ്ടാവും. ഞാൻ ഈ പറഞ്ഞ ഏതാനും ചില പേരുകൾ മാത്രമല്ല കോൺഗ്രസിനകത്തുള്ളത്. ഈ പറഞ്ഞ നേതാക്കന്മാരുടെ എക്സ്പീരിയൻസിനെയും അവരുടെ നോളജിനെയും ഒന്നും കവച്ചു വെക്കാനുള്ള ഒരു മാന്ത്രികതയും സുനിൽ കനകലൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. ഇവരൊക്കെ പാർലമെന്ററി രാഷ്ട്രീയം അർഹിക്കുന്നവരാണ്. അടിത്തട്ടിൽ ജനങ്ങളുമായിട്ട് പ്രവർത്തിച്ച് വന്നിട്ടുള്ള ആളുകളാണ്, ജനങ്ങളുടെ മനസ്സറിഞ്ഞിട്ടുള്ള ആളുകളാണ്. അപ്പം അങ്ങനെയുള്ള ആളുകളെയല്ലേ നമ്മൾ കൂടുതലായിട്ട് പരിഗണിക്കേണ്ടത്. അതല്ലാതെ മറിച്ച് CPM-നകത്തുനിന്ന് ആരിങ്ങോട്ട് ചാടാൻ വേണ്ടി നിൽക്കുന്നു എന്ന് നോക്കിക്കൊണ്ട് നിൽക്കുക. അതാണോ വിസ്മയം എന്ന് പറയുന്നത്?
വിസ്മയം എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺഗ്രസ് പാർട്ടി പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രകടന പത്രികയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുവരിക. ആ പ്രകടന പത്രികയിൽ CPM നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ LDF നടത്തിയിട്ടുള്ള വികസന പദ്ധതികളെ മറികടക്കാൻ ശേഷിയുള്ള നയപരിപാടികളുമായിട്ട് വന്നിട്ടല്ലേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടത്. മറിച്ച് പാഴ്വസ്തുക്കളായിട്ട് കിടക്കുന്ന സ്ക്രാപ്പുകളൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് അത് വിസ്മയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചാനലുകാർക്ക് വാർത്ത സൃഷ്ടിച്ചു കൊടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണം കോൺഗ്രസിന് കിട്ടാൻ പോകുന്നുണ്ടോ? TP ശശിയാണ് മറ്റൊരു അല്ല, വിസ്മയം PK ശശിയാണ്, വേറൊരു വിസ്മയമായിട്ട് ഇപ്പം നിൽക്കുന്ന PK ശശിയാണ്. പക്ഷേ PK ശശിയുടെ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് തീരുമാനിച്ചിട്ടില്ല. പിന്നെ CC മുകുന്ദനാണ് നാട്ടികയിലുള്ളത്. പക്ഷെ നാട്ടികയിലുള്ള ആൺകുട്ടികളായിട്ടുള്ള കോൺഗ്രസ്സുകാർ പറയുന്നത് ഒരു CC മുകുന്ദനെ ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പ്രശ്നം പാലക്കാടും ഉണ്ട്. ഇത് പിഷാരടിയാണ് അവിടെ മത്സരിക്കാൻ വേണ്ടി പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുന്നത്, അവിടെ ബാലചന്ദ്രൻ എന്നൊക്കെ പറയുന്ന UDFന്റെ കൺവീനർ ആയിട്ടുള്ള ആളുകൾ, ഇവരൊക്കെ എത്രയോ കഴിവും ശേഷിയും എത്ര വർഷങ്ങളായിട്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിക്കുന്നതല്ലേ. അവരുടെയൊക്കെ ഭാര്യമാരും മക്കളും ഒക്കെ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ചോദിക്കത്തില്ലേ, നിങ്ങളിങ്ങനെ പാർട്ടി എന്നും പറഞ്ഞുകൊണ്ട് രാവിലെ പൊതിച്ചോറും കെട്ടി പാർട്ടി ഓഫീസിൽ പോയിരിക്കും, അതിനുശേഷം വൈകിട്ടാകുമ്പോഴത്തേക്ക് കാലിയായ കീശയുമായിട്ട് വന്ന് കയറും. അതേസമയം നിങ്ങൾ നോക്ക്, അതേ സിനിമയിലൊക്കെ അഭിനയിച്ച് തമാശയൊക്കെ പറഞ്ഞ് നടന്നിരുന്ന രമേശ് പിഷാരടി ഇപ്പോൾ ഇവിടെ സ്ഥാനാർത്ഥിയായി എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെയൊക്കെ ആത്മാഭിമാനം തന്നെ ചോദ്യം ചെയ്യപ്പെടുകയല്ലേ. അത് മനസ്സിലാക്കണ്ടേ ഈ കോൺഗ്രസ് പാർട്ടി. അപ്പോൾ കോൺഗ്രസും CPM തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, CPM അവരുടെ ശക്തി കൃത്യമായിട്ടറിയാം, പക്ഷേ കോൺഗ്രസ്സിന് അവരുടെ ശക്തി അറിയത്തില്ല, അവർക്കൊരു ആത്മവിശ്വാസമില്ല. ആ ആത്മവിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് അന്യൻ്റെ പറമ്പിൽ തേങ്ങ വീഴുന്നുണ്ടെങ്കിൽ ആ തേങ്ങ എടുത്തുകൊണ്ട് വന്ന് ചമ്മന്തി അരയ്ക്കാം എന്ന് ധരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഏതൊക്കെയാലും അവസാനമായിട്ട് ഇത് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുക എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോൺഗ്രസിൻ്റെതായിട്ടുള്ളൊരു രീതിയിൽ പോകാതെ ഇങ്ങനെ ഓരോ വിസ്മയങ്ങൾ തീർത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പൊതുജനങ്ങളുടെ മുമ്പിൽ അപഹാസ്യരായിട്ട് മാറത്തില്ലേ. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഇട്ടുകൊടുക്കുന്നത്? ഈ സുധാകരനെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇവരാരെങ്കിലും തിരിഞ്ഞു നോക്കുമോ? ഒരാളും തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് എന്താണ്? കോൺഗ്രസിനെ സംബന്ധിച്ച് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വാർത്താ ചാനലുകൾക്ക് സ്പേസ് കൊടുക്കാതിരിക്കുക, അതിന് പകരം ഇതുപോലുള്ള വിവാദങ്ങൾ ഓരോ ദിവസവും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. ആ സൃഷ്ടികർമ്മമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ശക്തി തിരിച്ചറിയുക. CPMനെ സംബന്ധിച്ചിട്ട് CPMൻ്റെ ശക്തി അറിയാം. അതുകൊണ്ട് തന്നെ CPMന് ഉള്ള സാധ്യതകളും വളരെ കൂടുതലാണ് എന്നുള്ള യാഥാർത്ഥ്യം UDF മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും എന്നൊരു ഉപദേശം നടത്തിക്കൊണ്ട് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാം.